ആദ്യമായി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ദൈവത്തിനും അമ്മയ്ക്കും ഒരു കോടി നന്ദി. എൻ്റെ പേര് ഷൈനി, ഇത് അലീന എൻ്റെ മകളാണ്. ഞങ്ങൾ ബാംഗ്ലൂർ സെൻറ് തോമസ് ഫെറോന ചർച്ചിൽ നിന്നും വരുന്നു. ആ ഇടവകയിലെ അംഗങ്ങളാണ്. 2019 കോവിഡ് കാലത്താണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. എൻ്റെ ഫ്രണ്ടാണ് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ 2019 തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കൃപാസനത്തിലെ ശുശ്രൂഷകളൊക്കെ ഓൺലൈൻ വഴി കൂടിയിരുന്നു. അതിൽ മകനും മകളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോനെ ബിടെക് ഫൈനൽ ഇയർ ആയിരുന്നു. ജോലി എന്നുള്ളത് കിട്ടോ ഇല്ലയോ എന്താ വെച്ചാൽ ക്യാമ്പസ് സെലക്ഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ക്യാമ്പസിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഓൺലൈനിലൂടെ അവൻ ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ അവന് ജോലി കിട്ടി. മാതാവ് അനുഗ്രഹിക്കുകയുണ്ടായി. അതിനുശേഷം 2020 ഞാൻ ഒക്ടോബർ 10 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടിയിൽ ഞാൻ വെച്ച ഏറ്റവും വലിയ ഒരു നിയോഗം സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതാണ്. പിന്നെ വെച്ച നിയോഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീടിന് വേണ്ടിയുള്ള നിയോഗമായിരുന്നു ഞാൻ അന്ന് വെച്ചതിൽ ഏറ്റവും വലിയ സാക്ഷ്യമില്ല നിയോഗം. അത് നടക്കുമോ എന്നുള്ളത് എനിക്ക് സ്വപ്നത്തിൽ പോലും നടക്കുമോ ഇല്ലായിരുന്നു. കാരണം അതിന് അസാധ്യമായൊരു കാര്യമായിരുന്നു. പക്ഷേ അന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പിന്നത്തെ ആഴ്ച തന്നെ അവിടെ നാട്ടിൽ വീട് വയ്ക്കാം, ബാംഗ്ലൂർ വീട് വേണ്ട എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു നമുക്കിവിടെ സൈറ്റ് നോക്കാം. സൈറ്റ് നോക്കി 3 മാസത്തിനുള്ളിൽ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ 2022 ഞാൻ 2 പ്രാവശ്യം ഉടമ്പടി എടുത്തോടുകൂടെ ആ സൈറ്റും അതിൻ്റെ തൊട്ടടുത്ത സൈറ്റും നമ്മൾ വാങ്ങേണ്ടായി. സൈറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പാപ്പരവസ്ഥയെ വീട് വയ്ക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമായി. അങ്ങനെ 2023 അഖണ്ഡ ജപമാല കൂടാൻ വന്നു. അഖണ്ഡ ജപമാല കൂടിയതിന് ശേഷം ഒരു ആത്മധൈര്യമൊക്കെ വന്നു. അങ്ങനെ ആ വർഷം ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം 2:30 ഞാനും മോനും മോളും കൂടി കൃപാസനത്തിലത്തെ കല്ലും ഉപ്പും കാശുരൂപവും കൊണ്ട് ആ സൈറ്റിൽ കൊണ്ടിട്ടു, പ്രാർത്ഥിച്ചു. അതിനുശേഷം 2024 ജാനുവരിയിൽ ഞങ്ങൾ ജാനുവരി 7 നമ്മൾ വീടിന് അഡ്വാൻസ് കൊടുത്തു. ആ വീടിന് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം പിന്നെ ആ മാസം തന്നെ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചി മരിക്കേണ്ടായി. പിന്നെ കുറച്ച് സമയത്തായി. പിന്നെ 2024 ഏപ്രിലിൽ പത്രം കൊടുക്കാനായിട്ട് പള്ളികളിൽ പോകുന്ന പതിവുണ്ട്. ഉണ്ണിമിശ പള്ളിയിലും ശിവാജി നഗർ പള്ളിയിലും ബാംഗ്ലൂരുള്ള കൊടുക്കാറുണ്ട് നമ്മൾ. അതുപോലെ തന്നെ അടുത്ത വീടുകളിലും ഒക്കെ പത്രം കൊടുക്കാറുണ്ട്. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന ദിവസം ശിവാജി നഗർ പള്ളിയിൽ പോകാമെന്നുള്ളത് ഉണ്ണിമിശ പള്ളിയിൽ പോകേണ്ട ദിവസമായിരുന്നു. തെറ്റി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ശിവാജി നഗർ പള്ളി പോകാമെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം സ്വപ്നം കണ്ടിരുന്നു. കൃപാസനച്ച എന്നെ വന്ന് അനുഗ്രഹിക്കുന്നത്, ഒന്ന് വീട്ടിൽ വെച്ചും ഒന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചും എന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ സ്വപ്നം മാത്രമായിരിക്കും അത്. കാരണം ഒരു സാധ്യതയില്ല ഞാനിവിടെ വന്ന് അച്ഛൻ എന്നെ അനുഗ്രഹിക്കാൻ സാധ്യതയില്ല. കാരണം എന്തുകൊണ്ടെന്ന് കാണിക്കും, അതിന് ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാരണവശാലും അച്ഛൻ്റെ അനുഗ്രഹം കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പത്രം കൊടുക്കാൻ പോയപ്പോൾ, അത് തെറ്റിപ്പോയതാണ്. അന്ന് ശിവാജി നഗർ പള്ളിയിലെ കന്നഡ മാസം കൂടി പത്രം കൊടുക്കാൻ നിൽക്കുമ്പോൾ അച്ഛനും കൂടെ ഇവിടെയുള്ള ജോമോളും അതുപോലെ തന്നെ പാട്ടും പാടിയതും വിജയകുമാർ സാർ എല്ലാവരും ഉണ്ടായിരുന്നു. പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ കുർബാന കഴിഞ്ഞ് പത്രം കൊടുക്കാനായിട്ട് പള്ളിയുടെ മുൻപിൽ എൻ്റെ കൂട്ടുകാരിയും ഞാൻ പള്ളിയിലേക്ക് പോകുന്ന റോട്ടിൽ നിന്നു പത്രം കൊടുത്തു. പത്രം കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്നും കയറി വന്ന ഒരാൾക്ക് വിനിത പത്രം കൊടുത്തു. എൻ്റെ ഫ്രണ്ട് പത്രം കൊടുത്തു. പത്രം കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു, ചിരിച്ചിട്ട് പോയി, വാങ്ങിയില്ല. ആൾ പള്ളിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നു. അച്ഛൻ നേരെ വന്ന് അവളെ അനുഗ്രഹിച്ചു. സന്തോഷം കൊണ്ട് അവൾ പറഞ്ഞു, അച്ഛൻ എൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടെന്ന്. അത് ഇവൾ പറയുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എന്നെ കണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലത്തായിരുന്നു ഞാൻ പത്രം കൊടുക്കണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ അപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി നന്ദി പറഞ്ഞു. ആ നന്ദി പറഞ്ഞത് അച്ഛൻ ഏപ്രിൽ 9 ഉടമ്പടി ധ്യാനത്തിൽ പറയേണ്ടായി. അതിനുശേഷം അച്ഛൻ അനുഗ്രഹിച്ചപ്പോൾ ആത്മവിശ്വാസമായി. പിന്നത്തെ മെയ് 7 വീടിൻ്റെ കല്ലിട്ടു. വീടിൻ്റെ കല്ലിട്ടതിന് ശേഷം
പിന്നെ അതിൻ്റെ പണികൾ ഓരോന്നോരോന്നായി വരുവേ. അപ്പോൾ മകന് ജോലി കിട്ടിയത് കൊണ്ടും അവൻ IT ഫീൽഡിലാണ് ജോലി കിട്ടിയത്, അതുകൊണ്ട് നമുക്ക് LICയിൽ നിന്ന് ലോൺ കിട്ടേണ്ടേ. ലോൺ കിട്ടാതെ വീട് വയ്ക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും മാതാവ് അവൻ അത്ര പെട്ടെന്ന് ജോലി കൊടുത്തതെന്ന് തോന്നുന്നു. അങ്ങനെ ലോൺ കിട്ടി, LICൻ്റെ ലോൺ കിട്ടി. നമ്മൾ വീട് പണിയാൻ തുടങ്ങി. വീട് പണി തുടങ്ങി ഒരു 2025 ഓഗസ്റ്റ് 17 നമ്മുടെ വീടിൻ്റെ ഹൗസ് ബ്ലെസ്സിങ് നടന്നു. സെപ്റ്റംബർ 7 ഹൗസ് വാമിങ്ങും നടന്നു. ആ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിസംബർ 7 കൊണ്ട് കൃപാസനത്തിലെ കല്ലിട്ടത് കൊണ്ടാവണം എല്ലാ പ്രധാന കാര്യങ്ങളും 7 നടന്നത്. ഫസ്റ്റ് വാർക്ക് നടന്നതും എല്ലാം 7 അതെങ്ങനെ വന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. അതങ്ങനെ പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, എല്ലാം 7 ആണല്ലോ എന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് വ്യക്തമാണ്. അതല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് അവിടെ വീട് വയ്ക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ചെറിയ വീട് സ്വപ്നം കണ്ട ഞങ്ങൾക്ക് 4500 സ്ക്വയർ ഫീറ്റിൽ എല്ലാവരും ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ മനോഹരമായൊരു വീടാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത്. മാതാവിന് ലോട്ടയില്ല. മാതാവ് എന്താ പറയുക, മാതാവിൻ്റെ രൂപം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിന് സാക്ഷ്യമായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വരുന്ന ഓരോരുത്തരും ചോദിക്കും, ഇത് കൃപാസന മാതാവിൻ്റെ വീടാണല്ലേ എന്ന്. ആണ്, 100% 101% ഉറപ്പാണ്, അത് മാതാവ് തന്ന വീടാണ്. ഞാൻ പ്രീവിയസ്ലി വർക്കിംഗ് ആയിരുന്നു. ഞാൻ അവിടെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിന് കയറിയിട്ട് ഞാനും ഒരു 7 മെമ്പേഴ്സ് ഇൻറ്റേൺസ് ആയിട്ടാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും 1 ഇയറിൻ്റെ ഉള്ളിൽ കൺവേർഷനായി. 1 ഇയറിന് ശേഷം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ സാലറി വൈസും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ അത്രയും കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ 1 ഇയറിന് ശേഷം നമുക്ക് കമ്പനി മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇൻറ്റേൺസ് എല്ലാവരും വേറെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി 2 പേര് പോയപ്പോൾ ഇവിടുത്തെ MD യൂഷ്വലി അങ്ങനെ ഒരു കമ്പനീസ് ചെയ്യില്ല, പക്ഷേ ഇവിടുത്തെ MD പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഹോൾ ഗ്യാങ് പോവും, അതുകൊണ്ട് എല്ലാവരും 15 days ടൈം തരാം, എല്ലാവരും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓഗസ്റ്റ് 15 ഇത് നടക്കുന്നത്. ഓഗസ്റ്റ് 15 വരെയാണ് ഞങ്ങൾക്ക് ടൈം തന്നിരിക്കുന്നത്. സെപ്റ്റംബർ 7 ഞങ്ങളുടെ ഹൗസ് വാമിങ് ഞങ്ങൾ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ദിവസമാണ്. സോ സെപ്റ്റംബർ 7 ഭയങ്കര എന്താ പറയുക, ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുമ്പോൾ അത്രയും ഫാമിലി നമ്മളെ ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ഫാമിലി നമ്മളുടെ മേലിൽ. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് നമ്മളുടെ ജോലി പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറായി, എനിക്ക് വേറെ ജോലി കണ്ടുപിടിക്കണം, അതിനു മുമ്പ് എനിക്ക് വേറെ ജോലി കിട്ടുമോ, എങ്ങനെ ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടുക, ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് ജോലീൻ്റെ കാര്യം പറയാറുണ്ട്. അങ്ങനെ ഞാൻ 2 കമ്പനിയിൽ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ വരെ എത്തി. അതിൽ ഫസ്റ്റ് കമ്പനിയിൽ എനിക്ക് പിന്നെയും കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുന്നുള്ളത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എങ്ങനത്തെ വർക്കാണ്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഇൻ്റർവ്യൂസിൽ ചോദിക്കുക, ഇതൊക്കെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സെക്കൻഡ് കമ്പനി ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല, കാരണം അത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് പൊതുവേ പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ എന്തായാലും എന്നെ കൊണ്ട് നല്ലോണം ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയണമുണ്ട്. ഞാൻ ഫസ്റ്റ് കമ്പനി മാത്രമേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തുള്ളൂ. ഫസ്റ്റ് കമ്പനി ഞാൻ നല്ലോണം ചെയ്തു, നല്ലോണം ആൻസറൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കോളൊന്നും വന്നില്ല. ഞാൻ നല്ല വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് സെക്കൻഡ് കമ്പനിയിൽ വെറുതെ പോകാമെന്ന് വിചാരിച്ചത്. പോയി അവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിച്ചത്. ഞാൻ അവിടെ ആകെ പാനിക്കായി, ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ഹാളിൽ നിന്ന് ഇറങ്ങിയതും ഞാൻ ബാഗൊക്കെ എടുത്ത് എനിക്ക് ആകെ വിഷമവും നാണക്കേടൊക്കെ ആയി. 2 കമ്പനിയും പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നായി. എന്നിട്ട് ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് HR-ൻ്റെ കോൾ വന്നിട്ട് പറഞ്ഞു, അലീന എവിടെയാണ് നീ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ലാസ്റ്റ് റൗണ്ട് മര്യാദയ്ക്ക് ചെയ്തില്ല, എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല, ഞാൻ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നീ പാസ്സായി, നീ വരാൻ പറഞ്ഞു. ഇത് എനിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കമ്പനിയിൽ കിട്ടിയിരുന്നെങ്കിൽ മേ ബി ഞാൻ വിചാരിച്ചു പോയേനെ, ഇത് ഞാൻ ആൻസർ ചെയ്തുകൊണ്ട് കിട്ടിയതായിരിക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചു പോയേനെ. ഇത് മാതാവ് എനിക്ക് പ്രൂവ് ചെയ്ത പോലെ തോന്നിയത്. മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു എനിക്ക് ഈ ജോലി എന്നുള്ളത് പ്രൂവ് ചെയ്ത് തന്നു. കാരണം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇൻ്റർവ്യൂവിൽ, പക്ഷേ എനിക്കത് കിട്ടി. അതും ഫസ്റ്റ് കമ്പനീനേക്കാളും ബെറ്റർ ഓപ്ഷനായിരുന്നു സെക്കൻഡ് കമ്പനി. അങ്ങനെ മാതാവ് എനിക്ക് ആ ജോലി തന്ന് അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാനായിട്ട് പോകും. അത് എല്ലാ മാസവും ഒരു 4 കെട്ട് പത്രം ഞാൻ കൊടുക്കും. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതല്ലാതെ തന്നെ ഞങ്ങൾ ഓൺലൈനിൽ വരുത്തിക്കാറുണ്ട്. അങ്ങനെ കൊന്ത വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഒരു ട്യൂഷൻ ടീച്ചറാണ്. 10-60 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ കുട്ടികളെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നതൊക്കെ വീട്ടിൽ പറയണ പോലെയല്ലല്ലോ, ടീച്ചർ പറയുമ്പോൾ അവർ അതിൻ്റേതായ ഒരു പോസിറ്റീവ് രീതിയിൽ കുട്ടികളെ കണ്ടിരുന്നു, എടുത്തിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും നന്നായി പഠിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ
അത് കഴിഞ്ഞ് പിന്നെ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പോവും. അവിടെ കിഡ്വായ് ഹോസ്പിറ്റലിലെ ക്യാൻസർ പേഷ്യൻസിൻ്റെ കുട്ടികളെ കാണാനായിട്ട് പോകാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോവും, അവർക്കുള്ള ഫുഡ് മേടിച്ചു കൊണ്ട് പോകും. അതുപോലെ തന്നെ ഒരു നേരത്തിനുള്ള ആഹാരത്തിനുള്ള പൈസ അവിടെ ഓരോ വീട്ടിലും ഓരോ പരിപാടികൾ വരുമ്പോഴും നമ്മൾ ഓർഫനേജിൽ കൊണ്ട് ഒരു നേരത്തിന് ഫുഡ് കൊടുക്കാനായിട്ട് പൈസ കൊടുക്കാറുണ്ട്. അത് ഓൾഡ് ഏജ് ഹോമിലായാലും കൊടുക്കും, ഓർഫനേജിലായാലും കൊടുക്കും. പിന്നെ പള്ളിയിൽ പോകുമ്പോൾ എന്നെ തേടി വരുന്ന പോലെ എൻ്റെ കയ്യിൽ വീട് പണിയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ടൈറ്റാണ്. 50 രൂപയുള്ളൂ, 100 രൂപയെങ്കിലും അവിടെ പിന്നെ ബസ്സിന് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരും എന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കും, കൂളായിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. അതിനൊരു മടിയില്ല, അത് പണ്ടുമില്ല ഇപ്പോഴുമില്ല, കൊടുക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ തന്നെയായിരുന്നു. കൊന്ത ചെല്ലാനൊക്കെ ഒരു കൊന്ത വീട്ടിൽ ചെന്ന് ഞാൻ ഭയങ്കര സംതൃപ്തിയായി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ബുധനാഴ്ച ഉപവാസം എടുത്തു കഴിഞ്ഞാൽ 1000 മണി കൊന്ത ചെല്ലാൻ പഠിച്ചു. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഫ്രീ ടൈം കിട്ടുമ്പോഴോ ഒക്കെ. അതുപോലെ വീട് പണിയുന്ന സമയത്ത് വീട്ടിലേക്ക് ദൂരമാണ്, 15 കിലോമീറ്റർ അപ്പുറത്താണ് വീട് പണിത്. താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഓരോ പ്രാവശ്യം വരുമ്പോഴും സർവശക്തനായ പിതാവും കൊന്തയും ധാരാളം എത്തിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ ഓരോ ചുമരുകളിലും ആ കൊന്തയുണ്ടാവും, വിശ്വാസപ്രമാണം ഉണ്ടാവും. അത്രമാത്രം എത്തിച്ചു കൂട്ടിയിട്ടുണ്ട് പ്രേയേഴ്സുകളെ. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മ മാതാവിനും ഈശോ തമ്പുരാനും 1 കോടി നന്ദി. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46 1-ാം വചനം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ അഭയം പ്രാപിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലമാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയം. എല്ലാ പ്രതീക്ഷകളും തകരുമ്പോഴും ദൈവമാണ് നമ്മുടെ ശക്തി എന്ന് ഏറ്റുപറഞ്ഞ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ള ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. ഒരു ദൈവാനുഭവത്തിലേക്കാണ് ഉടമ്പടി ജീവിതം നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും ദൈവമാണ് എൻ്റെ എല്ലാം എന്ന് ബോധ്യമാക്കാനും ആ ബോധ്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനും ആണ് ഉടമ്പടി ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഉടമ്പടിയിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു മകളായി ഒരു മകനായി മാറുന്നത്. ഷൈനി റെജി എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കൃപയുടെ ഒരു സാക്ഷ്യമാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അസാധ്യമായത് എന്താണ് അത് എഴുതാനാണ് ഉടമ്പടി ക്ലാസ്സിൽ പറഞ്ഞത്. ഒരു ഭവനം എന്നത് അസാധ്യമാണെന്ന് ഈ മകൾക്ക് മനസ്സിലായി. സ്വന്തം കഴിവിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും പറ്റില്ല എന്ന് തോന്നിയ ഒരു കാര്യമാണ് ഒരു ഭവനം എന്നൊരു സ്വപ്നം. ഉടമ്പടി എടുത്ത ഉടനെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഫസ്റ്റ് സൈറ്റ് നോക്കി അതിൻ്റെ അഡ്വാൻസ് കൊടുക്കാൻ സാധിച്ചു. ഇതാണ് നമ്മൾ പറയുന്നത്. അമ്മയ്ക്ക് സമയമൊന്നുമല്ല. വർഷങ്ങളായിട്ട് ഈ മകൾ ആഗ്രഹിച്ചതാവാം, സ്വപ്നം കണ്ടതാവാം, പ്രാർത്ഥിച്ചതാവാം. പക്ഷേ ഉടമ്പടി എടുത്ത ഉടനടിയാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കനി നൽകുന്ന അനുഗ്രഹങ്ങൾ. പിന്നീട് അഖണ്ഡ ജപമാല റാലി ഡിസംബർ 7-ാം തീയതി വിശ്വാസത്തോടെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നിന്നാണ് മണലും കല്ലുമൊക്കെ കൊണ്ടുപോയി ആ സ്ഥലത്തിട്ടത്. പിന്നീടെല്ലാം പെട്ടെന്ന് തന്നെ ഈ മകൾക്ക് ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും ചെയ്തു കൊടുക്കുകയായിരുന്നു. പിന്നീടുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തന്നെ വന്ന് അനുഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് ഈ മകൾ കണ്ടത്. നമുക്കറിയാം, അച്ഛനെ സ്വപ്നം കണ്ടു എന്നത് അമ്മയെ ഈ ആൾത്തറയിൽ കണ്ടത് ജോസഫ് അച്ഛനാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ. സ്വപ്നങ്ങളും ദൈവിക സാന്നിധ്യത്തിൻ്റെ ഒരു മാധ്യമമാണ്. ഈ മകളുടെ ആഗ്രഹം അമ്മ മനസ്സിലാക്കി. അങ്ങനെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് വേറൊരു പള്ളിയിൽ പോകേണ്ട ഈ മകള് പ്രത്യേകിച്ചും ആ പർട്ടിക്കുലർ പള്ളിയിൽ പോയി. അവിടെ നിന്ന് പെരും വെയിലത്താണ് ഈ മകളും കൃപാസനത്തിലെ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ആരോ കൃപാസനത്തിലെ ഒരു സ്റ്റാഫ് ഇറങ്ങി വന്നപ്പോൾ അവർക്കും പത്രം കൊടുത്തു. അവിടെ അവർ ചെന്നിട്ടാണ് ജോസഫ് അച്ഛനോട് പറഞ്ഞത്, അങ്ങനെ യാദൃശ്യമായിട്ട് അച്ഛൻ പുറത്തിറങ്ങി ഈ മക്കളെ കാണാൻ, ഈ പെരും വെയിലത്ത് നിന്ന് പത്രം കൊടുക്കുന്ന ഈ മക്കളെ കാണാനാണ് ജോസഫ് അച്ഛൻ അവിടെ ഇറങ്ങി വന്നത്. ആ മകൾ സ്വപ്നം കണ്ട് അതുപോലെ തന്നെ ഈ മകളെ വന്ന് അനുഗ്രഹിച്ചു. ഇതാണ് നമ്മൾ പറയുന്നത്,
നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഓരോ ചെറിയ ചെറിയ സ്വപ്നങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഓരോ കാര്യങ്ങൾ ഏറ്റുചെന്ന് നടത്തി കൊടുക്കുകയാണ്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അമ്മയ്ക്കറിയാം. അങ്ങനെയാണ് ഈ മകൾക്ക് ഒരു വലിയ അനുഗ്രഹം കിട്ടി. അതുതന്നെയാണ് അച്ഛൻ വീണ്ടും ധ്യാനത്തിൽ പറയുകയും ചെയ്ത ഈ മക്കളെപ്പറ്റി. ഏപ്രിൽ 9-ാം തീയതി ധ്യാനത്തിനിടയിൽ ഈ മക്കളെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. നമ്മൾ വിശ്വാസത്തോടെ എത്രമാത്രം ത്യാഗം ചെയ്ത് നമ്മുടെ ഉടമ്പടി ജീവിതം സത്യസന്ധമായിട്ട് സന്തോഷത്തോടെ പാലിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ഒരു അനുഗ്രഹങ്ങൾ ആഫ്റ്റർ അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടുണ്ടായിരുന്ന ഒരു LIC ലോണാണ്, അതും പാസ്സായി. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും മണലും ഒക്കെയാണ് ഇവിടെ നിന്നുള്ള പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെ മണലാണ് വീട് പണിക്ക് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് നമുക്കൊരു വലിയ കാര്യമായിട്ട് കാണുവാൻ സാധിക്കുന്ന 7 എന്ന നമ്പറാണ്. ഓരോ കാര്യത്തിലും ഡിസംബർ 7-ാം തീയതി 2:30 ഇവർ മണ്ണിട്ടത്. ജനുവരി 7-ാം തീയതി വീട് പണിക്കുള്ള അഡ്വാൻസ് കൊടുത്തു. ഓഗസ്റ്റ് 17 ഹൗസ് ബ്ലെസ്സിങ്, സെപ്റ്റംബർ 7 ഹൗസ് വാമിങ്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അമ്മ ഇവരുടെ കൂടെയുണ്ട്. ഇവരെ കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരമ്മയാണ്. ഉടമ്പടി മക്കൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്തു തന്നെ ആയാലും അമ്മ കൂടെ നിന്ന് ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. അതുകൊണ്ടാണ് ഇവരുടെ കാര്യത്തിലെല്ലാം ഈ 7 എന്ന നമ്പറിൽ കൂടെ അമ്മയുടെ സാന്നിധ്യം ഇവർക്ക് എപ്പോഴും നമുക്ക് അടുത്തറിയാൻ സാധിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ നാമം നമുക്ക് മഹത്വപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്ക വിധം നമ്മൾക്കും യോഗ്യത ഉണ്ടാവട്ടെ. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വലിയ സാന്നിധ്യം നമ്മളോടും ഒപ്പമാകട്ടെ. ഈ മക്കളോടെന്ന പോലെ ഈ ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയോടെ നമുക്ക് നയിക്കാം. ഈ മകൾക്ക് കിട്ടിയ പിന്നീടുള്ളൊരു ജോലിയാണ്. മകളും പ്രാർത്ഥിച്ചു. അമ്മ നമ്മുടെ വിശ്വാസ കൈമാറ്റം ചെയ്ത് മക്കളെയും ഉടമ്പടി ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ലൊരു കുടുംബമാണ്. ഈ മകളും ഈ അമ്മ തന്നെയാണ് മകളെയും ഉടമ്പടി ജീവിതത്തിൻ്റെ പറഞ്ഞു കൊടുത്തതും എങ്ങനെയാണ് നയിക്കേണ്ടത് പറഞ്ഞു കൊടുത്തതും പിന്നെ ഉടമ്പടി ജീവിതം നയിക്കാനായിട്ടുള്ള ഉടമ്പടി എടുക്കാനുള്ള ഒരു ആഗ്രഹം ഈ മകൾക്കുണ്ടായതും ഇതെല്ലാം ഈ അമ്മ തന്നെ പകർന്നു കൊടുത്തതാണ്. ഉടമ്പടിയിൽ വിശ്വാസ കൈമാറ്റം നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് ജീവിക്കുന്നത്. ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം ദൈവം ഏറ്റെടുത്തോളും. എല്ലാം ഒന്നും ഭയപ്പെടാതെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു വലിയൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത്. ഈ കുടുംബത്തിന് ഷൈനി റെജിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും മകളുടെ ജോലിയും ഇവർക്കൊരു ഭവനം കിട്ടിയതും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.